എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് രാമേശ്വരത്താണ്. രാമേശ്വരത്ത് നിന്ന് മധുരയിലോട്ട് നമ്മുടെ പുതിയ പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെയുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഇവിടുന്ന് മധുരയിലോട്ട് വരുന്നത് 40 രൂപയാണ്. നമ്മുടെ ട്രെയിൻ അവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാമേശ്വരത്ത് നിന്ന് മധുരയിലോട്ട് ഈ ഒരു പാസഞ്ചർ സർവീസ് ഉണ്ട്. നമുക്ക് മനോഹരമായിട്ട് രാവിലെ ആ ഒരു പാമ്പൻ പാലത്തിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. അപ്പം ഈ ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 9:30-10 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ മധുരയിൽ എത്തിച്ചേരും. അതുപോലെ കണ്ടില്ലേ, ഈ ഒരു ട്രെയിനും റേക്ക് ഷെയറിംഗ് ഉണ്ട്. റേക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ യൂസ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ഒരു ട്രെയിനിന് കൂടെ ഓടുന്നുണ്ട്. അതാണ് നിങ്ങൾ അവിടെ 2 സ്ഥലത്തോട്ടുള്ള ബോർഡുകൾ കണ്ടത്. രാവിലെ ഇവിടുന്ന് അത്യാവശ്യം ആളുകളൊക്കെ ഇതിൽ കയറുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഈ ഒരു ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഏതാണെന്ന് നോക്കിയിട്ട് വന്നാലോ? അവിടെ തന്നെയാണ്, നമ്മൾ നടന്നിറങ്ങി മുന്നിലെത്തിയിട്ടുണ്ട്. അത് നോക്ക്. ഈ ഒരു ലോക്കോമോട്ടീവ് നിങ്ങൾ കണ്ടോ? ഇതിന്റെ മുകളിൽ WDP4B എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ W എന്ന് പറയുന്നത് ഈ ഒരു ലോക്കോമോട്ടീവ് ബ്രോഡ് ഗേജിൽ ഓടുന്നതാണ്. D എന്ന് പറയുന്നത് DC കറണ്ട് ആണ്. അതായത് ഇത് കറണ്ടിൽ ഓടുന്നതല്ല, ഇത് ഡീസലിൽ ഓടുന്നതാണ്. DC കറണ്ട് വെച്ചാണ് ഇത് ഓടുന്നത്. പിന്നെ അവസാനം P എന്ന് പറയുന്നത് ഇതൊരു പാസഞ്ചർ ലോക്കോമോട്ടീവ് ആണ്. അങ്ങനെയാണ് കേട്ടോ ഈ പേര് വരുന്നത്. നിങ്ങൾക്ക് ലോക്കോമോട്ടീവിന്റെ മുകളിൽ നോക്കിയാൽ WAP എന്നൊക്കെ കാണാം. അതായത് W ബ്രോഡ് ഗേജ് എന്നാണ്. അതിൽ A വരുമ്പോൾ അത് AC കറണ്ട് ആണ്, ഇവിടെ DC കറണ്ട് ആണ്. P എന്ന് പറഞ്ഞാൽ ഇതൊരു പാസഞ്ചർ പർപ്പസിന് ഉപയോഗിക്കുന്ന ലോക്കോമോട്ടീവ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ നമ്പർ വരുന്നത്. നമുക്ക് ഈ ഒരു കോച്ചിലോട്ട് കയറാം. കണ്ടോ, 2014 നിർമ്മിച്ചൊരു കോച്ചാണ്. ഇതിന്റെ ആദ്യത്തെ 2 നമ്പേഴ്സ് നോക്കിയാൽ മതി ഏത് വർഷമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലോട്ട് കയറാം. അത്ര മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കോച്ചൊന്നുമല്ല. നിങ്ങൾക്ക് ട്രെയിൻ ഏത് കളറാണ് ഇഷ്ടം? ഈ ഒരു കളറാണോ, അല്ല ആദ്യത്തെ ആ ഒരു നീല കളറാണോ, അല്ല ഇപ്പം പുതുതായിട്ട് LHBക്കൊക്കെ വരുന്ന ആ റെഡ് കളറാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആ റെഡ് കളറാണ് ഇഷ്ടം. ഈ കളർ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കളറാണ്. ഇതിലും വേറെ നമ്മുടെ പണ്ടത്തെ നീല കളറായിരുന്നു. സദേൺ റെയിൽവേന്റെ ട്രെയിനാണ്. SR കണ്ടില്ലേ? നമുക്ക് അകത്തോട്ട് ട്രെയിൻ ഇതാ എടുത്തു. കറക്റ്റ് ടൈം 5:45 കറക്റ്റ് എടുത്തു. പിന്നെ ഇവിടെ രാമേശ്വരത്തെയും ധനുഷ്കോടിയിലെയും മുഴുവൻ കാഴ്ചകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം. ഞാനതിവിടെ മുകളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദേ കിടക്കുന്നു വേറൊരു WDP4. അങ്ങനെ നമുക്ക് രാമേശ്വരം സ്റ്റേഷനോട് വിട പറയാം, രാമേശ്വരത്തോട് വിട പറയാം. എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണം. അത്രയ്ക്ക് മനോഹരമായ സ്ഥലം. ഇവിടെ നമ്മുടെ സ്റ്റേഷന്റെ പേരൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്ന ആ ഒരു പാമ്പൻ പാലം തന്നെയാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത് പാമ്പൻ ദ്വീപിലാണ്. ഇതൊരു ദ്വീപാണ്. ഈ ഒരു ദ്വീപിൽ നിന്ന് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കടലിന് കുറുകെയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലാണ് പാമ്പൻ പാലം. നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് നിർമ്മിച്ച പാമ്പൻ പാലത്തിലൂടെയാണ്. എന്നാൽ അതിന് മുന്നേ അവിടെ പഴയൊരു പാമ്പൻ പാലം ഉണ്ടായിരുന്നു. അത് 1911 പണി ആരംഭിച്ച് 1914 ഫെബ്രുവരിയിൽ തുറന്നു കൊടുത്തൊരു പാലമായിരുന്നു. ആലോചിച്ച് നോക്കി, അത്ര വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ഒരു പഴയ പാമ്പൻ പാലത്തിന്. ഈ ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് ഞാനിപ്പോൾ കയറിയത്. ഈ ഭാഗത്തോട്ടൊക്കെ പൊതുവെ തിരക്ക് കുറവാണ്, ബാക്കോട്ടൊക്കെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിന് എല്ലാ ദിവസവും രാവിലെ 5:45 രാമേശ്വരത്ത് നിന്ന് മധുരയിലോട്ടുണ്ട്. നിങ്ങൾ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ രാമേശ്വരമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നമ്മുടെ ധനുഷ്കോടിയൊക്കെ പോയി രാവിലെ തിരിച്ച് മധുര കൂടെ കാണാൻ പറ്റിയ രീതിയിൽ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ ട്രെയിനിന് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാമ്പനാണ്. പാമ്പൻ കഴിഞ്ഞാൽ പിന്നെ മണ്ഡപമാണ്. പണ്ട് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജിന്റെ പുതിയ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ മണ്ഡപം വരെയായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ബസ്സിനൊക്കെ വരേണ്ടിയിരുന്നു. ഇപ്പം രാമേശ്വരം വരെ നമുക്ക് ട്രെയിൻ ഉണ്ട്. ആ ഒരു പുതിയ പാമ്പൻ പാലവും പഴയ പാലവും ഒക്കെ നമുക്ക് ഒരുമിച്ച് ഈ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അതുപോലെയല്ലേ നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്ന ഈ പാമ്പൻ പാലം,
അത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാർ ശ്രീലങ്കയായിട്ട്, അതായത് അന്നത്തെ സിലോണുമായിട്ട് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരാലോചിച്ച് കണ്ടെത്തിയ റൂട്ടായിരുന്നു ഈ പറയുന്ന രാമേശ്വരം റൂട്ട് എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് രാമേശ്വരം വരെ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ചരക്കുകൾ കയറ്റിയ ചെറിയ ചെറിയ കപ്പലുകൾ സിലോണിൽ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ പോയിട്ട് ഇറങ്ങും. എന്നിട്ട് ആ ഒരു തീരത്ത് നിന്ന് മറ്റൊരു ട്രെയിനിൽ അത് കയറ്റിയിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ശ്രീലങ്കയിലോട്ട് കച്ചവടം നടത്തിയിരുന്നു ബ്രിട്ടീഷുകാർ. അതാണ് അത്രയും കൊല്ലത്തെ പഴക്കം ഇതിനുണ്ട്. പിന്നീട് നമ്മളവിടെ ധനുഷ്കോടിയിൽ പോയ സമയത്ത് 1964 നടന്നൊരു ചുഴലിക്കാറ്റിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു ചുഴലിക്കാറ്റിൽ ഈ പാലത്തിനും കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. പിന്നീട് അത് കൂടുതൽ ബലപ്പെടുത്തലൊക്കെ നടത്തിയാണ് യാത്രായോഗ്യമാക്കിയത്. ഇതാ നമ്മളങ്ങനെ ഇവിടെ പാമ്പൻ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ പാമ്പൻ പാലം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവിടെ മണ്ഡപം സ്റ്റേഷനാണ്. പിന്നെ നമ്മുടെ ഈ പുതിയ പാമ്പൻ പാലത്തിനും പഴയ പാമ്പൻ പാലം പോലെ തന്നെ കപ്പലുകളൊക്കെ വരുന്ന സമയത്ത് അത് രണ്ട് ഭാഗത്തോട്ട് ഉയർന്നു കൊടുക്കും. പക്ഷെ അത് രണ്ട് രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ പാമ്പൻ പാലാണ്. ഈ ഒരു പാലം രണ്ട് സൈഡിലോട്ടാണ് തുറന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പാലം ഇതുപോലെ മുകളിലോട്ടും താഴോട്ടും ആയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത പോലെയാണ് തുറക്കുന്നത്. ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടിപൊളിയല്ലേ കാണാനൊക്കെ? കണ്ടോ, രണ്ട് പാലങ്ങളും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അത്ര മനോഹരമാണ് കേട്ടോ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പാമ്പൻ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ? നമ്മളിതാ ഈ ഒരു പാലത്തിലോട്ട് കയറി കടലിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ആ നടുക്കായിട്ട് നിങ്ങൾക്ക് പഴയ പാമ്പൻ പാലം കാണാം. തൊട്ടപ്പുറത്തായിട്ട് റോഡാണ്. ഇപ്പുറം പുതിയ ഈ ഒരു പാലത്തിലൂടെ, ഈ പുതിയ പാലം വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ട്രെയിനിൽ ഈ വഴി യാത്ര ചെയ്യുന്നത്. ഇത് മനോഹരമാണ്. നോക്ക് നിങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയല്ലേ ശരിക്കും കടലിൻ്റെ മുകളിലൂടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗം. ഇത് രണ്ട് സൈഡിലോട്ടായിട്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന പുതിയ പാലം നേരെ മുകളിലോട്ടാണ് ഉയരുന്ന പോലെയാണ് നിർമ്മിച്ചത്. നിങ്ങൾ കണ്ടോ എന്ത് മനോഹരമാണെന്ന് കണ്ടോ? ഈ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഒരിക്കലും നിങ്ങൾ ഈ റൂട്ടിൽ വരണം. ഈ ഒരു കാറ്റും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നമുക്ക് നേരിട്ട് കാണുന്നതൊക്കെ. ഉറപ്പായിട്ടും വരണം. കടലിന് മുകളിലൂടെ തിരമാലകളൊക്കെ നോക്കിക്കൊണ്ട് ഈ കാറ്റിൽ ഈ പാലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു അനുഭവം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ദൂരെയായിട്ട് ആ റോഡ് കാണാൻ നിങ്ങൾക്ക് റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രസമായിരിക്കും. പക്ഷേ നമ്മൾ മസ്റ്റായിട്ട് ഇതുവഴി ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം. ഇതൊരു അനുഭവം തന്നെയാണ്. പഴയ പാലം കണ്ടോ, അതിന് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു പുതിയ പാലത്തിലൂടെ 2022 ആ ഒരു പാലം അടച്ചത്. അതുവരെ ആ പാലത്തിലൂടെയായിരുന്നു. ഇടക്കാലത്ത് അതിന് ബലക്ഷയം വന്നപ്പോൾ നമ്മുടെ ഈ ശ്രീധരൻ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അത് നന്നാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 ആ ടൈമിലൊക്കെയാണ് തോന്നുന്നത്. അതിങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വന്നപ്പോൾ തീർത്ത് ഉപയോഗിക്കാൻ പറ്റാതായപ്പോഴാണ് 2022 അത് അടച്ചിട്ട് നമ്മൾ ഈ പോകുന്ന ഈ ഒരു പാലം. അടിപൊളിയല്ലേ? നല്ല ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്തതാ, ഒന്നും പറയണ്ട. ഫോണൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫീലായിരുന്നു അതിലൂടെ ഇങ്ങോട്ട് വന്നപ്പം. ട്രെയിൻ മെല്ലെയാ വരുന്നത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ആ കാറ്റ് നല്ല ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിവിടെ മണ്ഡപം സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. മുന്നേ ആ പാലം അടച്ച സമയത്ത് ഈ ഒരു ട്രെയിനൊക്കെ ഇവിടെ മണ്ഡപം സ്റ്റേഷൻ വരെയാണ് ഉണ്ടായിരുന്നത്. പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് രാമേശ്വരം വരെ നീട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരത്തെ നമ്മൾ കണ്ട റോഡ് വഴി രാമേശ്വരത്തോട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഒരു വഴി യാത്ര ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. നമ്മുടെ നാട്ടിൽ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഡ്രൈ ലാൻഡായി കിടക്കുന്നത്. നല്ല ചൂടാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഭൂമി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും വെള്ളം കിട്ടാത്തൊരു സിറ്റുവേഷൻ അല്ലേ. നമ്മളവിടെ മഴ തകർത്ത് പെയ്യുന്ന ഇടവപ്പാതിയിലാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊക്കെ വിളിക്കുന്ന കാലവർഷ സമയത്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയാണ്
പലർക്കും ഡൗട്ട് ഉണ്ടാവും ട്രെയിനിലെ ഈ ഒരു ഡോർ എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്, ലോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ ഒരു ലോക്ക് സിസ്റ്റം വരുന്നത്. മുകളിലത്തെ ഭാഗം ഇങ്ങനെ പൊക്കി പിടിക്കുക, എന്നിട്ട് താഴത്തെ ഈ ഭാഗം നമുക്കിങ്ങനെ അൺലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കും ചെയ്ത് വെക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ്. പിന്നെ താഴത്തെ ലോക്ക് സിസ്റ്റം വരുന്നത്, ഇതിപ്പോൾ ലോക്കാണ്. ഈ ഒരു സാധനം ലിവർ പിടിച്ച് മുകളിലോട്ട് ആക്കിയാലാണ് അൺലോക്ക് ആകുന്നത്. പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇത് അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് രാമനാഥപുരം. ഇവിടെ കിടക്കുന്ന ഈ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് കണ്ടോ, നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ കളറിൽ നല്ല ഭംഗിയുണ്ട്. ഇത് എഗ്മൂറിന് രാമേശ്വരത്തോട്ട് പോകുന്ന എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. അങ്ങനെ ഇവിടെ സ്റ്റേഷനിൽ ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ചായക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ച് മധുരം കൂടുതലാണ്. പിന്നെ നമ്മൾ നാട്ടിൽ കുടിക്കുന്ന ചായയുടെ ഒരു ടേസ്റ്റ് അല്ല, ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ട്രെയിൻ രാവിലെ 5:45 രാമേശ്വരം എടുത്തു കഴിഞ്ഞാൽ രാവിലെ 9 മണിയാകുമ്പോൾ മധുരയിലെത്തും. മൊത്തം ഇതിൻ്റെ ഇടയിൽ ട്രെയിൻ 17 സ്റ്റോപ്പുകളാണ് വരുന്നത്. വരുന്ന ജൂലൈ മാസം തൊട്ട് റെയിൽവേയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ തത്കാൽ റിസർവേഷനിലൊക്കെ വലിയ മാറ്റങ്ങളാണ് റെയിൽവേ കൊണ്ടുവരുന്നത്. അതായത് ജൂലൈ മുതൽ നമ്മളിനി തത്കാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അതുവഴി ഒരു OTP ഒക്കെ വരും. നമ്മൾ അതൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നമുക്കിനി തത്കാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് മാനാടും തുറൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ജംഗ്ഷൻ വന്നത് നിങ്ങൾക്കറിയോ? നേരത്തെ നമ്മളൊരു ട്രെയിൻ കണ്ടില്ലേ, എഗ്മൂറിന്ന് രാമേശ്വരത്തോട്ട് വരുന്ന എക്സ്പ്രസ്. അപ്പോൾ ഇവിടുന്ന് എഗ്മൂർ ഭാഗത്തോട്ട് ഒരു റൂട്ട് പോകുന്നുണ്ട്. അതായത് തിരുച്ചിറപ്പള്ളി ആ സൈഡിലോട്ട് റൂട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളീ പോകുന്ന മധുരയിലോട്ടുള്ള റൂട്ടും. അങ്ങനെ 2 ഭാഗത്തോട്ട് റൂട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേഷൻ ജംഗ്ഷനായി മാറിയത്. എല്ലാ ജംഗ്ഷൻ സ്റ്റേഷനുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ 2 റൂട്ടുകൾ ഉണ്ടാവും. നമ്മൾ രാമേശ്വരത്ത് നിന്ന് മധുരയിലോട്ട് പോകുന്ന വഴിയിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ വരുന്നത് ഈ ഒരു മാനാടും തുറൈ ജംഗ്ഷനാണ്. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസ് അല്ലേ. ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഈ മാനാടും തുറൈ. അങ്ങനെ ഇത് അടുത്ത സ്റ്റേഷൻ തിരുപ്പാച്ചേട്ടിയിലോട്ട് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനുകളൊക്കെ ഇല്ലേ, അപ്പോൾ അധികവും കാലിയായി കിടക്കുന്ന സ്റ്റേഷനുകളാണ്. വളരെ കുറച്ച് ആളുകൾ ഇവിടുന്നൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ഇരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ റെയിലിന്റെ പണി നടക്കുന്നുണ്ട്. അതായത് റെയിൽവേ ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായിട്ടേ എല്ലാ സ്ഥലങ്ങളിലും സിംഗിൾ ലൈനൊക്കെ റെയിൽവേ ഇപ്പോൾ ഡബിൾ ലൈൻ ആയിക്കൊണ്ടിരിക്കുക. റെയിൽവേയിലാണ് കേട്ടോ ഏറ്റവും വലിയൊരു മാറ്റം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളുടെ റിനോവേഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ ഏകദേശം 100% ആവാറായി. വലിയ മാറ്റങ്ങളാണ് റെയിൽവേയിൽ നടക്കുന്നത്. അങ്ങനെ പാമ്പൻ പാലവും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് 3 മണിക്കൂർ നേരത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ മധുരൈ ജംഗ്ഷനിലോട്ട് എത്തിച്ചേരുകയാണ്. ഇതാണ് മധുരൈ ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മധുരൈ ജംഗ്ഷൻ. ഇവിടെയും ജംഗ്ഷൻ വരുന്നത്, ഇവിടുന്നും ഒന്നിലധികം റൂട്ടുകൾ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് കണ്ടോ, ഇതൊരു WAP4 ആണ് കേട്ടോ.
ഞാൻ പറഞ്ഞില്ല അതെങ്ങനെയാ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതെന്ന്. ഈ ട്രെയിന് ഇവിടെ മധുരയിൽ നിന്ന് ഗുരുവായൂരോട്ട് പോകുന്ന എക്സ്പ്രസ് ആണ്. പണ്ട് ഇത് ഓടിയിരുന്നത് പാസഞ്ചർ ആയിട്ടായിരുന്നു. എന്നാൽ ഇപ്പം ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പറും AC കോച്ചൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ ആയിട്ടാണ് ഇത് ഓടുന്നത്. അങ്ങനെ മധുരയിലെത്തി. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം. 161 കിലോമീറ്റർ യാത്ര ചെയ്ത് 3 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ രാമേശ്വരത്തിന് ഇവിടെ മധുരയിലെത്തിയത്. ഒരു 5:45 പുറപ്പെട്ട് 9:15. ഇപ്പൊ നേരെ പുറത്തോട്ട് പോകും. നമ്മളിവിടെ മധുരയിൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിറങ്ങിയത്. ഇതുവഴി വേണം പോവാൻ. നിങ്ങൾ ഇത് കണ്ടോ? ഇതിന്റെ ഒരു ചെറിയ ഭാഗത്തൂടിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ഭാഗം അവിടെ ചുമരായതുകൊണ്ട് അടിപൊളി. ഇത് ആരാണോ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ കൊയിലാണ്ടിയിലെ ഒരു അണ്ടർപാസ് ഉണ്ട്, അതുപോലെ ഉണ്ട് കാണാൻ. ആർക്കും ഒരു ഉപയോഗമില്ല. നമുക്ക് ഈ ചെറിയ വഴി കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത്രയും ഭാഗം വേസ്റ്റ്. എന്നിട്ട് ഇവിടെ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഇവിടെ കണ്ടോ, പുതിയ റെയിൽവേ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ത്യയിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇതുപോലെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ എയർപോർട്ട് പോലെ ഉണ്ടാവും. ആ രീതിയിലാണ് അതിന്റെ പണിയൊക്കെ നടക്കുന്നത്. എല്ലാ സ്ഥലവും ഇങ്ങനെ മാറട്ടെ. ഇവിടെ കണ്ടോ നിങ്ങൾ, പഴയൊരു ട്രെയിനിന്റെ കോച്ച് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയില്ല. അതിന്റെ പുറകിലായിട്ട് നമ്മുടെ ദേശീയ പതാകയുണ്ട്. മൊത്തം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ബസ്സൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ കിട്ടും. അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയപ്പം അത്യാവശ്യം തിരക്കൊക്കെ കണ്ട കടയിലോട്ട് അങ്ങ് കയറുകയാണ്. ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ തന്നെ ഫുഡ് വന്നു. ഞാൻ ദോശയാണ്, മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് മസാല ദോശ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണ് മസാല ദോശ. ദോശകളൊക്കെ ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം ഇങ്ങനെ മസാല ദോശ കഴിക്കാനാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ രാവിലെ ദോശ ഉണ്ടെങ്കിൽ ദോശ തന്നെയാണ് കഴിക്കാറ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പുതിന ചട്നിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടിട്ടില്ല. ഈ നോർമൽ ചട്നിയെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. നല്ല മസാല ദോശയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. എനിക്ക് പൊതുവേ ദോശ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിത് അവിടെ മധുരയിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.